മൊബൈൽ വാങ്ങണോലെ കരുതിക്കോളി. കാണാൻ നല്ല ഗുമ്മുള്ളൊരു ഫോൺ വേണം, എന്നാ ദമ്മിനൊരു കുറവുണ്ടാകരുത്. അങ്ങനൊക്കെ കരുതിയാണ് 5 ക്യാമറ ഒക്കെ ഉള്ള ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനെയും അയലക്കത്തെ ചന്ദ്രേട്ടനെയും ചന്ദ്രേച്ചിനെയും വരെ സൂം ചെയ്യാൻ കഴിയണ ഈ ഫോൺ ഞാനും വാങ്ങിയത്. പൈസന്റെ കുത്തിക്കായ്പാണെന്ന് കരുതണ്ട. ഇന്നെപ്പോലത്തെ ഒരാൾക്ക് അത്യാവശ്യം ക്യാമറ, സ്റ്റോറേജ്, ബാറ്ററി ബാക്കപ്പ്, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആവശ്യം ഒരുപാടുണ്ട്. അങ്ങനെയാണ് 1,35,000 രൂപ വരെയുള്ള ഈ ഫോൺ വാങ്ങിയത്. എന്നാ ഈ ഫോൺ ഇനി വാങ്ങുമ്പോൾ ഇത് ഉപയോഗിച്ചണോലെ അഭിപ്രായമൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിട്ടോ. എനിക്കുണ്ടായ അനുഭവം ദാ കണ്ടോളി. ഒരു കൊല്ലം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പം വിടവില്ലാത്ത അടവ് അടിച്ചിങ്ങനെ പോണതിന്റെ ഇടയിൽ അടവ് തീരാനാണ്ടായപ്പം ഫോണിന് ഒരു വിടവ്. സാധാരണ ഫോണിന്റെ പൗച്ചിട്ടാല്, അതായത് കുപ്പായിട്ടാല് അതിന്റെ ബാക്കിൽ മനുഷ്യന്മാര് പൈസയും ATM കാർഡും പേരന്റെ ആധാരം വരെ വെക്കലുണ്ട്. എന്നാ ഞാൻ അങ്ങനെ ഒന്നും വെക്കലില്ല കേട്ടോ. ഒരു ദിവസം ഫോൺ ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഫോണുണ്ട് ഇങ്ങനെ തുറക്കണ്. ഞാൻ തന്നെ അന്തം വിട്ട് S23 അൾട്ര എങ്ങനെ മടക്കി തുറക്കണ ഫ്ലിപ്പ് ആയത്. ഞോലെങ്ങാനും ഫ്ലിപ്പ് ഫോൺ ഉദ്യമ വെച്ചോന്ന് എഴുതിപ്പോയി. ഒരു പിടുത്തും കിട്ടണില്ല. ഞാൻ പിന്നെയും ആലോചിച്ച് തിരിച്ചു മറിച്ചു നോക്കി. തോന്നിയതാകുന്നു കരുതി. എന്നാ കണ്ടോളി, തോന്നിയതല്ല. 1,35,000 രൂപ കൊടുത്ത് വാങ്ങിയ ഫോണിന്റെ ബാക്കിലെ അടപ്പ് 10,000ന്റെ വാതിൽ തുറക്കും പോലെ ദാ തുറന്ന് വരണേ. സത്യം പറഞ്ഞാല് എന്റെ നെഞ്ഞൊന്നും നടുപടിഞ്ഞ്. ഇത്രയും കാലം ഞാൻ കാണാത്തതിന്റെ ഉള്ളൊക്കെ കാണാൻ ഒരു കൊല്ലം കഴിയുമ്പോ ഇവല് ഇതിന്റെ പശൊക്കെ ഒന്ന് കുറക്കും. എന്നിട്ട് കസ്റ്റമർക്ക് ഫോണിന്റെ ബാക്കത്തെ അടപ്പ് തുറന്ന് അതിൽ പൈസ വെക്കണേ, പൈസ വെക്കാ, ക്യാമറനോട് ഇതിന്റെ പാർട്സുകളോടൊക്കെ ലോക്യം പറയാ, ഫ്രിഡ്ജ് തുറക്കും പോലെ തോന്നുമ്പോ തുറക്കാ, തോന്നുമ്പോ അടക്കാം. ഇനി തുറക്കാൻ എളുപ്പത്തിനാണോ അതോ ചെവിയിൽ തോണ്ടാനാണോ എന്നറിയില്ല, കമ്പി ഇതിന്റെ ഒപ്പം തന്നെ ഒരു സാധനം വെച്ചിന്, ഒരു കോല്. അത് ഇത് തുറക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്നാണ്ട് എടുത്താല് അതുകൊണ്ട് ഈസി ആയിട്ട് തുറക്കാം. ഫോണിന്റെ ബാക്കിൽ അടപ്പ് തുറക്കാൻ ഒരാളെയും തരും വേണ്ട. 8 കൊല്ലം മുന്നേ വാങ്ങിയ iPhone 7 Plus ആണിത്. ഇന്നും ഇതിന്റെ ഉൾഭാഗം ഞാൻ കണ്ടില്ല. ഒരു കൊല്ലം മുന്നേ വാങ്ങിയ ഈ ഫോണിന്റെ ഉൾഭാഗം കാണാനുള്ള സംവിധാനം വരെ ഇവല് ഒരുക്കിയത് വലിയ ഗുണാ. 1,35,000 രൂപേന്റെ മുതൽ ഇമ്മാതിരി മടക്കണി ഓടീണിയും ചന്ദ്രേട്ടനെ ഫോട്ടോ എടുക്കണിയും ഫോണൊക്കെ പവറാക്കാൻ വാങ്ങണോലെ കരുതിക്കോളിട്ടോ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോക്ക് ഇതിന്റെ പശൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. പിന്നെ ഞമ്മള് തൊട്ടിച്ചാൻ വേറെ നടക്കേണ്ട അവസ്ഥയാണ്. പൈസ കൊടുത്ത് എന്ത് വാങ്ങാണെങ്കിലും അതിനുള്ള ഈടും ഉറപ്പും കിട്ടണം. 1,35,000 രൂപേന്റെ ഫോണ് പൊടണിന്റെ പശ കൊണ്ട് ഒട്ടിച്ചണ മാതിരിയാണ് ആ തുറക്കണ് തോന്നുമ്പോ. ഏതായാലും എടുക്കുമ്പോ കരുതിക്കോളി, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ മുതലാണ് നമ്മളെ നോക്കി കൊഞ്ഞാൻ കുത്തുന്നത്. ആ ഒരവസ്ഥയാണിത്. ഏതായാലും സംഗതി നമ്മൾ ഷോറൂമിലൊക്കെ കൊടുത്ത് ഒട്ടിച്ചാണ്. ഇപ്പം കീറിയ നോട്ടും നമ്മളെ ഫോണും ഒരേ മാതിരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അയലക്കത്തെ ചന്ദ്രേട്ടനെയും ആകാശത്തിക്കണ ചന്ദ്രനെയും സൂം ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഈ ഫോണിന്റെ മെച്ചം. പിന്നെതാ ഒരു കൊല്ലം കഴിഞ്ഞ് അങ്ങനെ തുറന്നു പോരും ചെയ്യും. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വല്ലാത്തൊരു ഫോണ്, ജാതി ഒരു ഫോണ്, ആവും വല്ലാത്ത ജാതി.